ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹെർമിറ്റ്സ് ടോക്സിലേക്ക് സ്വാഗതം. ഇത് ഹെർമിറ്റ്സ് ടോക്സിന്റെ 831 ദിവസം. ഇന്ന് വലിയ നോമ്പിലെ 5-ാമത്തെ ഞായറാഴ്ചയാണ്. ഈ ദിവസം അറിയപ്പെടുന്നത് ഫിഫ്തോ ഞായർ എന്നാണ്. ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോൻ ശുദ്ധമുള്ള ലൂക്കോസ് 13-ാം അധ്യായം 10 മുതൽ 17 വരെയുള്ളതായ തിരുവചന ഭാഗങ്ങളാണ്. 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായ ഒരു സ്ത്രീയെ യേശുതമ്പുരാൻ സുഖപ്പെടുത്തുന്നതാണ് ഇന്നത്തെ വിശുദ്ധ ഏവൻഗേലിയോനിൽ നമ്മൾ കാണുന്നത്. ഹൗസ് വിസിറ്റൊക്കെ നടത്തുന്ന സമയത്ത് പള്ളിയിൽ വരാത്ത ആളുകളോട് ചോദിക്കും, എന്താ പള്ളിയിൽ വരാത്തത് എന്ന്. ചുരുക്കം ചില ആളുകൾ പറയുന്ന മറുപടി ഇങ്ങനെയാണ്, ആഴ്ചയിൽ ഒരു ദിവസമാണ് അവധി കിട്ടുന്നത് അച്ഛാ. പലപ്പോഴും പള്ളിയിൽ വരാതിരിക്കുവാനായി കാരണങ്ങൾ കണ്ടെത്തുന്നതായി നമുക്ക് തോന്നിപ്പോകും. വൈകിയാണ് ഉറങ്ങിയത്, ഇന്നലെ വൈകിയാണ് വന്നത്, ശരീരത്തിന് നല്ല സുഖമില്ല, നല്ല ക്ഷീണമായിരുന്നു, വിരുന്നുകാരുണ്ടായി, ഇങ്ങനെ ഒത്തിരി റീസൺസ് പറയുന്ന ആളുകൾ. ഇവിടെ 18 സംവത്സരമായി ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായവൾ, ഒരാളോട് സംസാരിക്കണമെങ്കിൽ മുഖത്ത് നോക്കി സംസാരിക്കുവാൻ സാധിക്കാത്തവൾ, പ്രാർത്ഥിക്കുവാൻ നിവർന്നു നിൽക്കുവാൻ സാധിക്കാത്തവൾ, അങ്ങനെയുള്ളവൾ ആരാധനയ്ക്കായി ദേവാലയത്തിൽ കടന്നു വരികയും യേശു അവളെ കണ്ടു, അടുക്കെ വിളിച്ചു, അവളുടെ മേൽ കൈവച്ചിട്ട് അവളോട് പറയുകയാണ്, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന്. അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. റോമർ 9-ാം അധ്യായം 15-ാമത്തെ തിരുവചനം, എനിക്ക് കരുണ തോന്നണം എന്നുള്ളവനോട് കരുണ തോന്നുകയും എനിക്ക് കനിവ് തോന്നണം എന്നുള്ളവനോട് കനിവ് തോന്നുകയും ചെയ്യും. കർത്താവിൻ്റെ കരുണയാലാണ് സകലവും സാധിക്കുന്നത് എന്ന് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് സാധിക്കണം. പല രോഗികളും യേശുവിന്റെ അടുക്കൽ വന്ന് സൗഖ്യം പ്രാപിച്ചു. പല രോഗികളെയും യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നിട്ട് അവർക്ക് സൗഖ്യം ലഭിച്ചു. എന്നാൽ ദേവാലയത്തിൽ വെച്ച് ഇവളെ യേശു തമ്പുരാൻ കണ്ട് അവളെ അടുക്കൽ വിളിച്ച് സൗഖ്യം കൊടുക്കുകയാണ്. ഇവളെ അബ്രാഹാമിന്റെ മകൾ എന്നാണ് യേശു തമ്പുരാൻ സംബോധന ചെയ്തത്. ചുങ്കക്കാരിൽ പ്രമാണിയായ സക്കായിയോട് കരുണ തോന്നിയപ്പോൾ യേശു തമ്പുരാൻ അവനെ വിളിച്ചതും അബ്രാഹാമിന്റെ മകൻ എന്നാണ്. പ്രിയമുള്ളവരെ, ജീവിതത്തിൽ എന്തുമാത്രം പ്രയാസങ്ങളുണ്ടെങ്കിലും എന്തുമാത്രം തടസ്സങ്ങളുണ്ടെങ്കിലും അതിനെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ ആരാധനയ്ക്കായി കടന്നു വരുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ വരുമ്പോൾ യേശു തമ്പുരാൻ നമ്മളെ കാണും, നമ്മളെ അടുക്കൽ വിളിക്കും, നമ്മളിൽ കരുണ ചെയ്യും. പ്രിയമുള്ളവരെ, നമ്മുടെ രോഗബന്ധനങ്ങളും നമ്മുടെ സകല പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒക്കെ നീങ്ങിപ്പോകുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വരുവാൻ നമുക്ക് സാധിക്കണം. നമ്മളെ കാണുന്ന ഒരു കർത്താവുണ്ട് എന്ന് തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നവരായി മാറുവാൻ നമുക്കൊക്കെയും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.